നമസ്കാരം. നമുക്കിന്ന് വെരിക്കോസ് വെയിനെ കുറിച്ച് അറിയാം. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുടെ ഒരു ആരോഗ്യ പ്രശ്നമാണ്. വളരെയധികം പേര് ഒ പിയിൽ ഇപ്പോൾ വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു പ്രശ്നവുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കാലിൽ നിന്നും മുകളിലേക്ക്, അതായത് തിരിച്ച് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുടെ ആരോഗ്യാവസ്ഥ, അതായത് രക്തക്കുഴലുകളുടെ വ്യാസത്തിൽ വരുന്ന വ്യതിയാനം, അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ വാൽവുകളുടെ, അതായത് തിരിച്ച് രക്തം പോകണമെങ്കിൽ രക്തക്കുഴലുകളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പേശികളുടെ ഒരു പ്രവർത്തനക്ഷമത ആവശ്യമാണ്. അതുപോലെ തന്നെ തിരിച്ച് രക്തയോട്ടത്തിന് സഹായിക്കുന്നത് സിരകളിലുള്ള വെയിൻസിലുള്ള വാൽവുകളുമാണ്. അവയുടെ ആരോഗ്യ പ്രശ്നവും വെരിക്കോസ് വെയിന് കാരണമാകാറുണ്ട്. അത് ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് രക്തം തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ, വാൽവിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നവും സിരകളുടെ ഇലാസ്റ്റിസിറ്റിയിലും അതുപോലെ തന്നെ മസിൽസിൻ്റെ കൺട്രാക്റ്റബിലിറ്റി, അതായത് സങ്കോച വികാസത്തിലും വരുന്ന വ്യതിയാനം കാരണം വെരിക്കോസ് വെയിൻ വരാറുണ്ട്. സാധാരണ വെരിക്കോസ് വെയിൻ വരുന്നത് അധിക നേരം നിന്ന് ജോലി ചെയ്യുന്നവർ, കാലധിക നേരം തൂക്കിയിട്ട് ജോലി ചെയ്യുന്നവർ, അമിത ഭാരമുള്ളവർ, ഇത്രയും ആൾക്കാരിലാണ് വെരിക്കോസ് വെയിൻ സാധാരണ വരുന്നത്. അതായത് പോലീസ് ജോലി ചെയ്യുന്നവർ, ട്രാഫിക്കിൽ ജോലി ചെയ്യുന്നവർ, അധിക നേരം നിന്ന് സെയിൽസ് ഗേൾസ്, അങ്ങനെ ഉള്ള ആൾക്കാരിലാണ് വെരിക്കോസ് വെയിൻ സാധാരണ കാണുന്നത്. അതായത് രക്തം തിരിച്ചു പോകാനുള്ള ഒരു ഫ്ലോയിൽ വരുന്ന വ്യതിയാനമാണ് വെരിക്കോസ് വെയിൻ. ഇത് തിരിച്ച് കൃത്യമായി പോകാതിരിക്കുകയും അത് കട്ട പിടിച്ചിട്ട് അത് സിരകളുടെ ഭിത്തിയിൽ പ്രഷർ കൊടുക്കുകയും കുമിളകൾ പോലെ വരികയും അത് ഗ്രന്ഥിയായി രൂപപ്പെടുകയും ചെയ്യുന്നു. സിരാഗ്രന്ഥി എന്നാണ് വെരിക്കോസ് വെയിന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നത്. ഗർഭാവസ്ഥയിലും ചില സ്ത്രീകളിൽ വെരിക്കോസ് വെയിൻ വരാറുണ്ട്. അതായത് നമ്മുടെ ഫീറ്റസിൻ്റെ ഗ്രോത്ത് മൂലം ബോഡി വെയ്റ്റ് കൂടുന്നത് പോലും അത് താഴോട്ട് പ്രഷർ കൊടുക്കുന്നത് കൊണ്ടും ഗർഭാവസ്ഥയിലും പലരും വെരിക്കോസ് വെയിൻ വരാറുണ്ട്. വെരിക്കോസ് വെയിൻ്റെ ചികിത്സയിൽ ചെറിയ കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കാൻ, സങ്കീർണതയിൽ എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും തുടക്കത്തിൽ, അതായത് ആരംഭത്തിൽ ചെറിയ എല്ലാ ഭാഗങ്ങളിലും ഇല്ലെങ്കിലും സിരകളുടെ ഇടയിലുള്ള ചെറിയ ഭാഗങ്ങളിൽ ചെറിയ വീക്കം വരികയും വെയിൻസ് കുറച്ച് കൂടുതൽ തെളിഞ്ഞ് കാണപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്തെ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കീർണതകളിലേക്ക് എത്തിക്കാതിരിക്കാൻ സാധിക്കും. പ്രധാനമായും വരുന്ന സങ്കീർണത എന്ന് പറയുന്നത് ഇത് വളരെ അധിക നാളം നിൽക്കുന്നത് മൂലം കൂടുതൽ പ്രഷർ സിരകളിൽ വരികയും വെയിൻസ് കൂടുതൽ ടോർച്വേഴ്സ് ആവുകയും, അതായത് കൂടുതൽ പ്രഷർ വരുന്നത് മൂലം തന്നെ വളരെയധികം കട്ടി കൂടി വളരെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിൽ മുഴകൾ പോലെ രൂപപ്പെടുന്നു. അതായത് സിരാഗ്രന്ഥി പോലെ രൂപപ്പെടുന്നു. പിന്നീടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ കാരണം ചില സിരകൾ, രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ദീർഘനാളിതിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാലുകളിലെ താഴ്ഭാഗങ്ങളിലെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നു. സ്കിന്ന് കറുക്കുന്നു, സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരുന്നതിനോടൊപ്പം തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. അധികം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് ചൊറിയുന്നത് കൊണ്ട് ഇത് പൊട്ടി രക്തസ്രാവത്തിനും കാരണമാകുന്നു. ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണം, അതായത് അധിക നേരം നിൽക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുക. ഇരിക്കുമ്പോൾ കാലുകൾ ഉയർത്തി വയ്ക്കുക. വെരിക്കോസ് വെയിൻ കൊണ്ട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ കിടക്കുന്ന സമയത്ത് കാലുകൾ ഉയർത്തി വെച്ച് കിടക്കുകയും വേണം. പിന്നീടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാറുണ്ട്. രക്തയോട്ടം കൃത്യമാക്കുന്നതിനും രക്തം കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് തരത്തിലുള്ള ഔഷധങ്ങൾ ഉള്ളിലേക്കും കൊടുക്കും. അതിനോടൊപ്പം തന്നെ പുറമേയുള്ള മസാജിൽ ശ്രദ്ധിക്കാനുള്ളത് താഴെ നിന്നും മേളിലോട്ടാണ് ഔഷധം തിരുമേണ്ടത്. മേളിൽ നിന്നും താഴോട്ടാണ് സാധാരണ നമ്മുടെ മസാജ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രഷർ ബാൻഡേജ്. ഈ വെരിക്കോസ് വെയിന് പ്രകടമാകുന്ന സ്ഥലങ്ങളിൽ നല്ല പ്രഷർ കൊടുത്തിട്ട് ബാൻഡേജ് ചെയ്യുക. അത് ത്രൂ ഔട്ട് ദ ഡേ ചെയ്യരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടവിട്ട് ബാൻഡേജ് ചെയ്യുക. പ്രഷർ സോക്സ് കിട്ടും, അത് വലിച്ചിടാവുന്നതാണ്. പിന്നീട് ഒരു ശസ്ത്രക്രിയയും വെരിക്കോസ് വെയിൻ ട്രീറ്റ് ചെയ്യുന്നതിന് ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. അതൊരു സിരാവേദം എന്നൊരു ചികിത്സാക്രമമാണ്. അതായത് ഇത്തരം അശുദ്ധമായിരിക്കുന്ന രക്തത്തിനെ പുറത്തേക്ക് കളയുന്ന ചികിത്സാക്രമമാണ്. 2 തരത്തിലാണ് പ്രധാനമായി ചെയ്യുന്നത്. നീഡിൽ ഉപയോഗിച്ച്
ഉപയോഗിച്ചിട്ട് വെരിക്കോസ് വെയിനുള്ള ഭാഗങ്ങളിൽ നിന്ന് കൃത്യ അളവിൽ, അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരവും ഈ സിരാഭേദം എന്ന ചികിത്സാക്രമം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് രോഗിയെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആഹാര കാര്യങ്ങളിലും ജീവിത ശൈലിയിലും ഒക്കെ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയതിന് ശേഷമാണ് ബ്ലഡ് പുറത്തേക്ക് കളയുന്നത്. അതിനോടൊപ്പം ജളൂകാവചരണം, അട്ടയിട്ടിട്ടും അശുദ്ധരക്തം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലിനടിയിൽ ഏറ്റവും താഴ്ഭാഗത്ത് സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും നിറവ്യത്യാസവും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വെരിക്കോസ് അൾസറായി കഴിഞ്ഞാൽ ജളൂകാവചരണം, അട്ടയിട്ടിട്ട് മെഡിക്കേറ്റഡ് ലീച്ചിങ് ഇട്ടിട്ട് രക്തം പുറത്തേക്ക് കളയുന്നു. ജീവിതശൈലി ക്രമീകരണവും കൃത്യസമയത്തുള്ള ചികിത്സയും കൊണ്ട് നമുക്ക് വെരിക്കോസ് വെയിൻ തീർച്ചയായും നിയന്ത്രണ വിധേയമാക്കാനും സങ്കീർണതകൾ ഒഴിവാക്കാനും സാധിക്കും. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.